മത്തൻ വെച്ചിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു കഷ്ണം മത്തൻ നല്ലപോലെ കഴുകിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിലിട്ടിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ചേർത്തിട്ട് ഇതൊന്ന് വേവിച്ച് കൊണ്ടുവരാം. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരൊറ്റ വിസിൽ മതിയാകും. ഇനി ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കടുക് പൊട്ടി വരുന്ന സമയത്ത് ഒരു നുള്ളു ഉലുവ, അതുപോലെ കറിവേപ്പില, കായ്മുളക്, ഒരു 3-4 കുഞ്ഞുള്ളി ചതച്ചതും കൂടി ചേർക്കാം. ഒരു കഷ്ണം തക്കാളിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ വഴറ്റാം. പിന്നെ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മല്ലിപ്പൊടി, കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള പുളിവെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ വറ്റി വരണം. ഇനി നമുക്ക് അതിലേക്ക് വേവിച്ച് കൊണ്ടുവന്ന മത്തൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മത്തൻ്റെ കഷ്ണം ഇതുപോലെ ആയിരിക്കണം, ഒരുപാട് വെന്തുടയരുത്. എന്നാൽ അതിൽ നിന്നൊരു 3-4 കഷ്ണം എടുത്തിട്ട് നമുക്ക് സ്പൂൺ വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കും വേണം. കാരണം കറിക്ക് കുറച്ചൊരു തിക്നെസ് വേണം. അപ്പോൾ ഒരു 5 മിനിറ്റ് തിളച്ചാൽ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റാണിത്.